നമസ്കാരം, ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന 4 മണി പലഹാരമാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഇതുപോലെ പഴുത്ത 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലികറുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ആരും തന്നെ കഴിക്കില്ല അല്ലേ. എന്നാലും നമുക്ക് അത് വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഇതിൻ്റെ തോല് മാറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് വാഴയില ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ 2 വാഴയില എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സൗണ്ട് കുറച്ച് മോശമാണ് കേട്ടോ, കാരണം ചെറിയ കോൾഡൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും, അതൊന്ന് ക്ഷമിച്ചേക്കണേ. ഇനി അടുത്തായിട്ട് ഒരു കടായിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്, അതായത് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസും ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പഴം കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് പഴം ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഴത്തിൻ്റെ കളറുണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി വരണം, അത്രയേ ഉള്ളൂ. അതായത് ഈ നെയ്യും ഈ നേന്ത്രപ്പഴവും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളത്. ഈ ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിച്ചതാട്ടോ ചേർക്കുന്നത്. ഈ ശർക്കര പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കട്ടി ശർക്കര ആണെങ്കിൽ ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി ആദ്യമേ ചെയ്ത് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ശർക്കര പൊടിച്ചതുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചെയ്ത് വെക്കാത്തത്. ഇപ്പോൾ നോക്കൂ, പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പൊടിച്ച് ചേർക്കാം. ഞാനിവിടെ അറൗണ്ട് ഒരു അരക്കപ്പ് മുഴുവനോടെ എടുത്തിട്ടില്ല. അരക്കപ്പിലും ഒരു 1/4 ഭാഗം മാത്രമേ ശർക്കര എടുത്തിട്ടുള്ളൂ. കാരണം പഴത്തിന് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ശർക്കര പൊടിച്ചത് ചേർക്കാനായിട്ടുള്ളത്. ഇനി ശർക്കര പൊടിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം ഒഴിച്ചു കൊടുക്കുക. മധുരത്തിൻ്റെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുറച്ചും കൂടി അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചത് വരെ ചേർക്കാം. ഈ ശർക്കര പൊടിച്ചത് കൊണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത നെയ്യും നേന്ത്രപ്പഴവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അറൗണ്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നാളികേരം ചേർക്കാം. ഒരു 1/2 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് നാളികേരം വരെ ചേർക്കാം. നാളികേരം കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒത്തിരി നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ തന്നെ നമ്മൾ നെയ്യിൽ നേന്ത്രപ്പഴം വഴറ്റിയെടുക്കുമ്പോൾ ഒരു 1-2 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതിനുശേഷം ശർക്കര പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് നാളികേരം കൂടെ ചേർക്കാനായിട്ടുള്ളത്. നാളികേരം കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അത്ര മതിയാകും കേട്ടോ. മാക്സിമം എല്ലാം കൂടി ഒരു 5-6 മിനിറ്റ് വഴറ്റിയെടുത്താലും മതിയാകും. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക. ഇനിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് റവയാണ്. 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. ഇത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി റവയുടെ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും റവയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നമ്മൾ സാധാരണ റവ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ഇല്ലേ കൂടുതലായിട്ട് തയ്യാറാക്കുക. അപ്പോൾ റവ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പലഹാരം ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ, പ്രത്യേകിച്ച് നേന്ത്രപ്പഴവും റവയും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അങ്ങനത്തെ റവയും എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാല് ചേർക്കണം നിർബന്ധമില്ല. പാല് ചേർത്താൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് ആ സെയിം കപ്പിൽ 1/2 കപ്പ് ഒന്നുകിൽ വെള്ളം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 കപ്പ് പാലും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം. അതായത് അറൗണ്ട് ഒരു 3-4 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം പാകത്തിനാണ്. അപ്പോൾ മധുരം കുറച്ച് കുറഞ്ഞു തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
അങ്ങനെ റവക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചെറുതായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പെട്ടെന്ന് മാറാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചൂട് മാറുന്ന സമയം കൊണ്ട് നേരത്തെ വാട്ടി വെച്ച വാഴയില ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് അടുത്തായിട്ടൊരു പ്ലേറ്റ് എടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയില വെച്ച് കൊടുക്കുക. ഇനിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റവക്കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ റവക്കൂട്ട് ഒത്തിരി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യില്ല, എന്നാലും ഒത്തിരി കട്ടിയായിപ്പോവും. ചെറിയ ചൂടോടെ കൂടി തന്നെ ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഇലയുടെ തയ്യാറാക്കുന്ന കണക്ക് ഇല ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൊതി രീതിയിലാട്ടോ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല പൊട്ടിപ്പോവാതെ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്തതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വാഴയില ഇങ്ങനെ പ്ലേറ്റിന് മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ കുറച്ചൊരളവിൽ മാത്രം റവക്കൂട്ട് എടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഇലയുടെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു പൊതിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഒരു കാണാനും ഭംഗിയുണ്ടാവും, ഒരു വെറൈറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്തെടുക്കുക. ഇത് വളരെ ഈസി ആട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ഇല കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ ഇലയുടെ തയ്യാറാക്കുന്ന കണക്ക് ഒരെണ്ണം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 10 പലഹാരം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോട്ട് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇവ ഓരോന്നായിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ഓൾറെഡി ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷമാണ് ലിഡ് ഓപ്പണാക്കി നോക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ശരിക്കും നമ്മൾ വാഴയിലയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഫുഡ് പ്രത്യേക ഒരു മണമല്ലേ. ഇനി ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? നോക്കൂ, ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നോക്കൂ, വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാട്ടോ, മധുരമൊക്കെ പാകത്തിനാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്